ഈ പഴയ ആൾക്കാർക്ക് ഈ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ പോലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നതോ അല്ലെങ്കിൽ അധികമായിട്ട് കാണാതിരുന്നോ എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ. അവർക്കാണ് അത്യാവശ്യം മേലനങ്ങി പണിയെടുക്കുമായിരുന്നു. അതായത് കുറഞ്ഞ സമയം കിട്ടുകയാണെങ്കിലും കൂടിയിട്ട് അവർ പറമ്പിലേക്ക് ഇറങ്ങി കൃഷിയും കാര്യങ്ങളും നോക്കി. അത് പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും അവർ അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവർ കഴിക്കുന്ന ഭക്ഷണവും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അവർ തന്നെ കൃഷി ചെയ്തിട്ടുള്ള വിഷം അടിക്കാത്ത പച്ചക്കറികളും അതേമാതിരി കപ്പ, ചേമ്പ്, കാച്ചിൽ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് പോലത്തെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെയാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ ആയിരുന്നു കേട്ടോ അവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം. നമ്മളെയൊക്കെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വല്ലപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പുറത്ത് പോയി നല്ല ജങ്ക് ഫുഡൊക്കെ അടിച്ച് കയറ്റി വേറെ വർക്കൗട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് നമ്മൾ അതൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട്, അതൊക്കെ ഹാപ്പിനെസ് തന്നെയാണ്. പക്ഷെ അതൊക്കെ കുറച്ച് നേരത്തേക്കുള്ളൂ കേട്ടോ. പക്ഷെ നമ്മൾ ആ കിട്ടുന്ന സമയം നമ്മളെ ശരീരം കൂടി നോക്കണം, നല്ല ഫുഡ് കഴിക്കാൻ നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ജങ്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണെങ്കിലും കൂടിയിട്ട് അത് നമ്മൾ അതിന്റെ കേട് നമ്മളെ ശരീരത്തിൽ നിന്ന് പോകാനുള്ള വർക്കൗട്ടും കാര്യങ്ങളും നമ്മൾ ചെയ്യണം. കുറച്ചെങ്കിലും നമ്മൾ ആ പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുന്നത് നന്നാവും കേട്ടോ. ഇനിയുള്ള കാലത്ത് നമുക്കൊക്കെ ഒരു 10-30 വയസ്സാകുമ്പോഴേക്ക് ഇല്ലാത്ത അസുഖങ്ങളില്ല. അതൊക്കെ നമ്മളെ ജീവിത ശൈലി കൊണ്ട് വരുന്ന, ജീവിത രീതി കൊണ്ട് വരുന്ന അസുഖങ്ങളാണ്. നമുക്കൊക്കെ ഈ പറഞ്ഞ ഈ അസുഖങ്ങളൊക്കെ ഇപ്പൊ തന്നെ വന്നിട്ടുണ്ടാവും അധികം ആൾക്കാർക്കും. ഇല്ലേ? ശരിയല്ലേ? ഇനിയെങ്കിലും നമ്മൾ കുറച്ച് ആ പഴയ കാലത്തേക്ക് പോകുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ.